പാലക്കാട്ടെ മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടി ഇക്കുറി മത്സരത്തിനിറങ്ങുന്നില്ല. തനിക്ക് പകരം മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി മുരുകദാസ് വിജയിക്കുമെന്ന് കൃഷ്ണൻകുട്ടി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വീണ്ടും വരുന്ന ഇടതുപക്ഷ സർക്കാരിനെ പിണറായി വിജയൻ നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട് ജില്ലയിലെ 2 മന്ത്രിമാരിൽ ഒരാൾ ഇക്കുറി മത്സരിക്കുന്നില്ല. കെ കൃഷ്ണൻകുട്ടി സംസ്ഥാനത്ത് തന്നെ മത്സരിക്കാത്ത മന്ത്രിയാണ് അദ്ദേഹം മാറുന്നതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അദ്ദേഹത്തോടൊപ്പം ചേരാം. ഇല്ല, കഴിഞ്ഞ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു പ്രാവശ്യം ഞാൻ മത്സരിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ആ വാക്ക് പാലിച്ചു എന്നുള്ളതേ ഉള്ളൂ, അതിൽ പ്രത്യേകതയൊന്നുമില്ല. അതെ, പുതിയ കാലത്തുമല്ല. ഈ ഇവിടുത്തെ വികസനം ചിറ്റൂരിൽ 3035 കോടി ഉൾപ്പെടെ വികസനം നടത്തിയിട്ടുണ്ട്. ആ വികസന പ്രവർത്തനത്തിൽ എനിക്ക് കൈത്താങ്ങായിട്ട് നിന്നാണ്. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വന്നാൽ വാട്ടർ അതോറിറ്റി ഡയറക്ടറായിരുന്നു. അന്ന് ഈ കുടിവെള്ളത്തിന് വേണ്ടി എൻ്റെ കൂടെ നിന്ന് എനിക്ക് എല്ലാ സഹായവും ചെയ്തു തന്ന മുരുകദാസാണ്. അത് കഴിഞ്ഞ് ഇലക്ട്രിസിറ്റിയിൽ വന്നപ്പോൾ 200 കോടി രൂപയുടെ വികസനത്താണ് ചിറ്റൂരിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അതിൽ ഒരു സ്വതന്ത്ര ഡയറക്ടറായിരുന്നപ്പോൾ അതിൻ്റെ ഒരു ഗുണവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വികസന പ്രവർത്തനത്തിൽ എൻ്റെ കൂടെ നിന്ന് സഹായിച്ചൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിനെ വളർത്തിയെടുക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യം, അദ്ദേഹത്തിൻ്റെ ആവശ്യമല്ല, നമ്മുടെ നാട്ടിൻ്റെ ആവശ്യമാണ്. ആ വികസനത്തിൻ്റെ തുടർച്ചയുണ്ടാകണമല്ലോ. അത് മുഖ്യമന്ത്രി തന്നെയാണ്, പിണറായി ഗവൺമെൻറ് തന്നെ ആയിരിക്കും. അതിനെന്ത് സംശയം? പിന്നെ അല്ലാണ്ട് അദ്ദേഹം തന്നെ നയിക്കുന്നതാണ്. അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനം നിങ്ങളെപ്പോലുള്ള ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് അത് എൻ്റെ കയ്യിൽ കേരളത്തിലുള്ള വികസന പ്രവർത്തനത്തിൻ്റെ കോപ്പിയുണ്ട്. അതൊക്കെ നോക്കിയാൽ നമ്മൾ ഇലക്ഷൻ നിൽക്കുമ്പോൾ എന്താ പറയുക, ഈ നാട്ടിലെ വികസന പ്രവർത്തനത്തിന് ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യുന്നില്ലേ പറയുന്നത്. അത് ഇതുവരെ ഒരു ഗവൺമെൻറ്റെങ്കിലും ഇത്രയും വലിയ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? ഈ വികസനത്തിനൊക്കെ തന്നെ വോട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. ജനങ്ങളുടെ വോട്ട് എന്തിനാണ് നോക്കുക? ജനങ്ങളാളെ തിരഞ്ഞെടുക്കുക എന്തിനാണ്? നാട്ടിലെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് രാഷ്ട്രീയ പ്രസംഗം നടത്താനല്ല. അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. പൂർണ്ണമായി തന്നെ ജനങ്ങൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഒക്കെ ഉണ്ടാകും. മൽഘോഷ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.